അസ്സലാമലൈക്കും സുഹൃത്തുക്കളെ, ഇന്ന് ഈന്തപ്പഴ വിളവെടുപ്പാണ്. വിളവെടുപ്പിനൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷെ അത് ചൂട് നല്ല ചൂടാണ്. ഇന്നൊക്കെ 45-46 ഒക്കെ എത്തിയിട്ടുണ്ട് ചൂട് കൂടിയ കാരണം ഇത്തിരി നേരത്തെ പഴുത്ത്. ഈന്തപ്പഴം ഇങ്ങനെ മൊത്തമായിട്ട് പഴുക്കില്ല, ഇടയിൽ നിന്ന് ഓരോന്ന്. ഈ പകുതി പഴുത്തതും പകുതി പച്ചയായിട്ട് നിൽക്കുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. അപ്പോൾ വൈകിട്ടൊക്കെ നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതല്ലേ ഈത്തപ്പഴത്തിന്. ഇപ്പോൾ ഇത്തിരി കുറച്ച് കഴിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്, റെഡ്, ഗ്രീന്, ഇങ്ങനെ ഞാൻ പറയലേ. എനിക്കതിൻ്റെ കറക്റ്റ് പേരറിയില്ല. ഈ അറേബ്യൻ നാടുകളിൽ താമസിക്കുന്നവരൊരു ഭാഗ്യമാണ്. ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. നാട്ടിലൊക്കെ എത്തി തുടങ്ങി എല്ലാവരും അലങ്കാര ചെടിയായിട്ടും നല്ല ഫ്രഷായിട്ടൊക്കെ ഈത്തപ്പഴം അത് കാണാനും നല്ല സ്റ്റൈലല്ലോ. അപ്പോൾ അതിനോട് ഒരുപാട് പേര് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് തുനേഷ്യൻ്റെ സെയിം ഈത്തപ്പഴമാണ്. പക്ഷേ ഇപ്രാവശ്യം ചൂട് കൂടുതലായത് കാരണം നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടില്ല. ഏതായാലും നല്ലൊരു ഈ പഴുതി പൊഴുത്തതും പഴുതി പച്ചയും കൂടി തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചൂട് കൂടുതലാണ്. പഴുപ്പാകുന്നതിന് മുമ്പ് തന്നെ പൊഴുത്തുക്കണം. ഈ രീതിയിലാണ് തിന്നേണ്ടത്. പഴുതി പച്ചയും പകുതി പൊത്തും. നല്ല മധുരം. ഇത് ചെറിയൊരു കാരക്ക മോഡലാണ്.